അനുഷ്ക, എന്താ ഇപ്പൊ ചരണം മാത്രമാണെങ്കിൽ പോലും സ്വരങ്ങൾ വെച്ച് പാടിയപ്പോ എങ്ങനെ ഉണ്ടായി ആ ഒരു എക്സ്പീരിയൻസ്? കുഴപ്പമുണ്ടായിരുന്നില്ല, എളുപ്പമായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിന്ന്. ചേച്ചി അനുഷ്ക, എന്തോ ഈ ചാലഞ്ച് എസ്പെഷ്യലി ഈ സ്വരം കൊണ്ടല്ലേ, ആ ചാലഞ്ച് പോർഷൻ അടിപൊളിയായിട്ടിരുന്നു കേട്ടോ. പിച്ചിങ് വളരെ നല്ലോണം ചെയ്തു. അതിന്റെ ശ്രുതിന്റെ സ്ഥാനങ്ങളൊക്കെ വളരെ ക്ലീൻ ആയിട്ട് പാടി. അതിന്റെ ഒരു ഫീൽ നല്ലോണം വന്നു. അത് അസാധ്യമായിട്ട് പാടി. പക്ഷെ ഈ പാട്ടിന്റെ കാര്യം പാടിയപ്പോ ഇത്രയ്ക്കും ശുദ്ധം എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഇതൊരു ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു. ബിക്കോസ് ഈ സ്ഥലത്തില് പെർഫെക്റ്റ് ആയിട്ട് പാടി, ആ സ്വരങ്ങളൊക്കെ വളരെ ക്ലീൻ ആയിട്ട് പാടി. പക്ഷെ പല്ലവി, അനുപല്ലവി പോലും പല സ്ഥലങ്ങളിൽ കൺസിസ്റ്റൻസി ഇല്ല ശ്രുതിന്റെ. എസ്പെഷ്യലി അനുപല്ലവി എനിക്ക് തോന്നി. ഈ ആലോലം പൂവേ നീ പാടുന്ന ആ സംഗതി ഒന്ന് പല്ലവി പാടാമോ? ആലോലം പൂവേ നീ ആവോളം ഉറങ്ങ
സ്വരം പാടിയപ്പോ ഇത്രയ്ക്കും ഹസ്കി ആയിട്ടൊന്നും പാടിയില്ലല്ലോ. അപ്പൊ ഇത്രയും ഹസ്കി ഇല്ലാതെ ഒന്ന് ജസ്റ്റ് ഒരു സ്വീറ്റ് ആയിട്ട് പാടണം എന്ന് വിചാരിച്ച് ഇത് പല്ലവി പാടാമോ? ആലോലം പൂവേ നീ ആവോളം ഉറങ്ങ് ബെറ്റർ. ചാഞ്ചാടി ചാഞ്ചാടി അതെന്തിനും ഒരു ഷേക്കാണ് ചാഞ്ചാടുന്നു. ചാഞ്ചാടി കുറച്ച് അത്ര ഷേക്കി ഇല്ലാമെ നെർവസ് ഇല്ലാണ്ട് ക്ലീൻ ആയിട്ട് ചാഞ്ചാടി മകിഴ്ந்தாടി മണിത്തിങ്കൾ ഉറങ്ങ് മണി മണി മണിത്തിങ്കൾ മണിത്തിങ്കൾ ഉറങ്ങ് എത്തുന്നുണ്ടോ? മണിത്തിങ്കൾ ഉറങ്ങ് അത് കറക്റ്റ് ആയിട്ട്. ഇപ്പൊ നമ്മള് അവിടെ സ്വരം പാടിയല്ലേ, അപ്പൊ ഇവിടെ ഏത് സ്വരമാ? സാനി പാ. അത് കറക്റ്റ് ആയിട്ട് ആ സ്ഥലങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കണം. ഇപ്പൊ അനുപല്ലവി അങ്ങനെ തന്നെ വളർനിലാവേ വളര് അതൊക്കെ ഒന്ന് പാടാമോ? വളര് വളര് അമ്മ മടിയിൽ വളർനിലാവേ വളര് 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 മകരിതക വളര് 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 അത് തന്നെ. ഓക്കെ. അല്ലി മലരായി അമ്മ നെഞ്ചിൽ ആ താളമേ നീ വളര് കുറച്ച് കൂടുതലാണ് ഈ പിച്ച്. ഓക്കെ. തെല്ലിളം കാറ്റിൽ ആലിലച്ചൊല്ലും രാമനാമം രാമനാമം കേട്ടുണരാനാലോലം കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് ഇതിങ്ങനെ ഒന്ന് പിടിച്ച് അവിടെ ഇവിടെ അതില്ലാതെ കുറച്ച് ഓപ്പൺ ആയിട്ട് പാടിയ മോൾക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നുന്നു എനിക്ക്. ഇതിപ്പോ പാടിയപ്പോ കൊള്ളാൻ തോന്നും. ഈ പല്ലവിന്റെ ലാസ്റ്റ് അല്ലേ ആവോള് ഉറങ്ങ് ഉറങ്ങ്, അത് ലാസ്റ്റ് വരുന്ന എന്തോ സംഗതി ഉണ്ടല്ലോ, അതെന്താണ് പാടിയത് മോള്? ഉറങ്ങ് 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 അതല്ലേ? ആ അപ്പൊ കുറച്ചുകൂടി ഇത് ക്ലാരിറ്റിയോട് കിട്ടണമെങ്കിൽ ഇപ്പൊ നമ്മൾ സ്വരം അവിടെ പാടുന്നത് ഇവിടെ എന്താണ് സ്വരം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് കിട്ടില്ലെങ്കിൽ ഇതിന്റെ സ്വരം എന്താണ്, അല്ലെങ്കിൽ ഒന്ന് കേട്ട് നല്ല ചെവി ഉണ്ടെങ്കിൽ ഏത് നമുക്ക് കേട്ടാലും കറക്റ്റ് ആയിട്ട് പാടാൻ പറ്റും. പക്ഷെ അതിന്റെ ഡെഫിനിഷൻ നമുക്ക് ഇങ്ങനെ കേട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് നോട്ട്സ് എന്താണ്, അവിടെ ഏത് സ്വരമാണ് ഏത് സംഗതിയാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ അത് പെർഫെക്റ്റ് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ വേറൊരു ഒന്നും നോ അതർ വേ. മനസ്സിലായല്ലേ? എന്നാലും ആ ചാലഞ്ചിന്റെ അറ്റംപ്റ്റ് അടിപൊളിയായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് പെർഫെക്റ്റ് ആയിരുന്നു പൊസിഷനൊക്കെ. പക്ഷെ പാട്ട് പാടിയപ്പോ ആ സെയിം പെർഫെക്ഷൻ നമുക്ക് കിട്ടിയില്ല. അത് മോൾക്ക് അവിടെ പാടാൻ പറ്റുമെങ്കിൽ ഇവിടെയും കിട്ടാൻ പറ്റും. അതൊന്ന് ശ്രമിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സാർ. മക്കളെ, എന്തോ കുഞ്ഞാടെ നല്ല സുഖമുള്ള ഒരു പാട്ട് മോള് നന്നായിട്ട് തന്നെ പാടി. ഇപ്പം അനു പറഞ്ഞത് പ്രധാനമായിട്ട് മോള് അങ്ങ് ആരോ ഉറങ്ങുന്നുള്ളതുണ്ടെങ്കിലും അത് കൊച്ചു ഉറങ്ങിക്കോളും ഇച്ചിരി ശബ്ദത്തോടെ പാടിയാലും കേട്ടോ. പക്ഷെ മോളെ കുറച്ചും കൂടി നീ ഒന്നാമത് മൈക്ക് പിടിക്കുന്നത് ദൂരെ അങ്ങാണ്ട കേട്ടോ. അത് നേരെ ആ മൈക്ക് പൊസിഷൻ കറക്റ്റ് ആയി തന്നെ മോൾക്ക് കുറച്ച് നമുക്ക് ഗെയിൻ കിട്ടും. മോള് ഇപ്പൊ നമ്മുടെ വോയിസ് കിട്ടും. ചെറുതായിട്ട് ഒന്ന് അടുത്ത് വെച്ച് കേട്ടാലോ? ആ മോൾ ആ മൈക്ക് ഇങ്ങനെ തൊട്ടത് ഒരു വിരലിന്റെ ഡിസ്റ്റൻസ് പാടുള്ളൂ. അങ്ങനെ വെച്ചൊന്ന് പാടിക്കേ. ആലോലം പൂവേ നീ ആവോളം ഉറങ്ങ് വെരി നൈസ്. ചാഞ്ചാടി മകിഴ്ந்தாടി മണിത്തിങ്കൾ
അത് കുറച്ചും കൂടെ ഒക്കെ പക്കയാക്കാം പാടി കേട്ട്. എനിക്ക് അപ്പോഴും എനിക്കുള്ളൊരു ചാഞ്ചാടി ദീനാന അതിനകത്ത് മോക്ക് എന്താണ് ഒരു പിടുത്തം? ആരെങ്കിലും കൊങ്ങാക്കി നിൽക്കുന്നു ആ സമയത്ത്? അവള് അങ്ങനെ കുറച്ച് ആടി ആടി പാടുന്നു. ആണോ? അങ്ങനെ ആടരുത് മോളെ. അത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആക്കണം മോളെ. അതിനൊരു എന്തോ ഒരു 5 വയസ്സാടെ കുറവുണ്ട്. അത് മോള് നേരെ പ്രാക്ടീസ് ചെയ്യണം. ചെയ്യുമ്പോൾ അത് കിട്ടും കേട്ടോ. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വേണം അതങ്ങ് ശരിയാക്കി എടുക്കാൻ. കാരണം അതൊക്കെ ഈ പാട്ടിന് കുറേ എന്താ പറയണ്ടേ സുഖം വിതറുന്ന ഫ്രേസുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങ് ഒന്നും കൊള്ളരുതാതെ പാടിക്കഴിഞ്ഞാൽ അതിന് ആ ഒരു ഗും കിട്ടത്തില്ല. ആദ്യത്തെ ഹമ്മിങ് കൂടെ ഒന്ന് മക്കളെ ഹമ്മിങ് ആണ് മോടെ കൈവിട്ടു പോയത്. അതെന്താണത് ഐറ്റം? അതെന്താണത് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. അതിനാണ് ഈ കിടന്ന് കഷ്ടപ്പെട്ടത് കുഞ്ഞ്. ഒന്നുകൂടെ പാടിക്കേ. പെർഫെക്റ്റ് ആവട്ടെ. അതെന്താണ് കുഞ്ഞ്? അതിന് ക്ലാരിറ്റി ഇല്ല മക്കളെ. അതൊന്നും പാടാമോ? അത് കഴിഞ്ഞിട്ട് പിന്നെ അത്രേ ഉള്ളൂ. ഓ ദൈവം ആശ്വാസം. അപ്പൊ മക്കളെ അത് ആദ്യം മക്കൾ കൈവിട്ടു പോയി കേട്ടോ. അതിനൊരു സുഖം വേണ്ടേ? ഇത് എന്ത് രസമുണ്ട് കേൾക്കാൻ ഇപ്പം മോള് പാടുന്നത്. അതിനൊക്കെ ഒരു ക്ലാരിറ്റി വേണം മോളെ കേട്ടോ. ഒന്നാമത് മക്കൾ പാടുന്നൊരു ക്ലാരിറ്റി ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ മൈക്കെടുത്ത് ചുണ്ടിൻ്റെ അടുത്ത് കൊണ്ടുവരണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ കേൾക്കത്തില്ല മക്കളെ. പിന്നെ ആ കേട്ടുണരാനും ഈ അനുപല്ലവി കഴിഞ്ഞ് കണക്ട് ചെയ്യുന്നില്ലേ, വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. അത് എനിക്ക് തോന്നുന്നു ഈ പാട്ടിൻ്റെ ഏറ്റവും നല്ല സുഖമുള്ള ഒരു ഏരിയ അതാണ്. ബ്യൂട്ടിഫുൾ ആണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആലോലം ഒന്ന് തുടങ്ങുന്നത്. അപ്പോൾ അത് മക്കൾ കറക്റ്റ് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ കുട്ടൻ കോപിക്കും കേട്ടോ. കുട്ടൻ ആരാ? അറിയാം ഇപ്പൊ മക്കൾക്ക്. ശരി, അപ്പൊ മക്കൾ ആ സ്വരം ഒന്ന് പാടാം. ഒന്നും കൂടെ നമുക്കൊന്ന് വൃത്തിയായിട്ട് കേൾക്കാം. അത് ആ ഫ്രേസ് ഒന്നുകൂടെ പാടുമോ മോളെ? വെരി ഗുഡ്. അതൊന്നുകൂടെ പാടാമോ? ഒന്നുകൂടെ പാടാമോ? അത് വളരെ ക്രിസ്റ്റീനായിരുന്നു അത് പാടിയത്. മക്കളെ ഇതാണ് സംഭവം കേട്ടോ. അത് മോള് ഈ കുറച്ച് മൈക്ക് അടുത്ത് പിടിക്കുക, പിന്നെ പാടുന്നത് വളരെ കൃത്യതയോടെ. ആ ചാലഞ്ച് നല്ലോണം ഏറ്റുമല്ലേ സ്വരം പാടുന്നത്. അത് ബിക്കോസ് എല്ലാവരും പാടി, പക്ഷെ ഒരു മെലഡിയോട് ഒരു ഫീലിംഗോട് കൂടിയ ഒരു സ്വരം മോളാണ് പാടി. കൺഫ്യൂസിംഗ് ആയിട്ടായിരുന്നു മറ്റുള്ള സ്വരങ്ങൾ കേട്ടോ. ചില കുഞ്ഞുങ്ങൾ വന്നത് അവർ നന്നായിട്ട് പാടി, അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ഇത് വളരെ മ്യൂസിക്കലായിരുന്നു മോള് പാടി. ഒരു മുഴപ്പിക്കലൊന്നുമില്ല, അത് അതിനകത്തിരുന്നു
അയ്യോ എന്തൊരു സന്തോഷം. ലവ് യു മുത്തേ. ലവ് യു ടു സാർ. ആ ശരിടാ. താങ്ക് യു ശരത് സർ. ഷാനിക്ക അനുഷ്ക, എന്തോ നല്ല സുഖമുള്ള ഒരു പാട്ട്. ജയേന്ദ്രൻ സാറിന്റെ. ആരൊക്കെയാ ബാക്കി എഴുതിയതാരാണ്? എഴുതിയത് കൈതപ്രം സാർ, മ്യൂസിക് എം ജയചന്ദ്രൻ സാർ. എം ജെ ചേട്ടന്റെ മടിയിലെടുത്ത് പേരിട്ടതാണോ? അങ്കിളെന്ന് വിളിക്കൂ. തൊട്ടടുത്ത് മൈക്ക് വെച്ചിട്ടില്ല, അപ്പൊ അപ്പൊ സാർ അങ്ങോട്ട് പോയി. അതെ. അല്ല സാർ ഞാൻ പറഞ്ഞു ലേറ്റ് ആയി പോയി. എം ജെ ചന്ദ്രൻ സാർ. സാർ. പിന്നെ സിനിമ പെരുമഴക്കാലം. അപ്പൊ അനുഷ്ക, ഞാൻ ഫസ്റ്റ് തന്നെ എഴുതി ഹമ്മിങ് ഗോൺ എന്ന് എഴുതി. കാരണം അതിനൊന്നും ഒരു ഫിനിഷിങ് ഇല്ലായിരുന്നു. എല്ലാം അബ്രപ്റ്റ് ആയിട്ടാണ് എൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു പാട്ടിനുള്ള ഹമ്മിങ് ഒക്കെ വളരെ ലൈറ്റായിട്ട് വേണ്ട എൻ്റെ ചെയ്യാൻ. ആ ഹമ്മിങ്സ് ഒക്കെ അബ്രപ്റ്റ് ആയിട്ടാണ് പിന്നെ എൻ്റെ ചെയ്തത്. പിന്നെ ശ്രുതിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പല്ലവിയിൽ. കുറേ പ്ലാൻസിൻ്റെ ഒക്കെ ക്ലാരിറ്റി, ഈ പറയുന്ന പോലെ എന്താണ് പാടുന്നത്, മൈക്ക് പ്ലേസ്മെന്റ്. എൻ്റെ പൊന്നു മോളെ, ഇതിലും നല്ലത് മോള് മൈക്ക് ഇല്ലാതെ പാടുന്നതായിരുന്നു. അതിനൊരു ഐശ്വര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഈ ചാലഞ്ചിന്റെ സംഭവം എന്ന് പറയുന്നത് സ്വരങ്ങളാണല്ലോ. അത് രസമായിരുന്നു, നല്ല സുഖമായിരുന്നു. നല്ല സുഖമായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പം വളർന്നിലാവേ, അതുപോലെ കേട്ടുണരാൻ, എനിക്കൊന്നും എല്ലാം അവർ പാടിച്ചു. രണ്ടുപേരും കൂടെ പാടിച്ചിട്ടുണ്ട്. ആ ചാലഞ്ചിന്റെ ഏരിയ വൃത്തിയായിട്ട് പാടി. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഇത് ഇങ്ങനെ അതാണല്ലേ ചാലഞ്ച്. ഇതൊക്കെ ഒന്നും വേണ്ട. അതായത് നമ്മളിപ്പോ മൈക്കില്ലാതെ ഞാനിപ്പോ ഇവിടെ ഇരുന്ന ജഡ്ജ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കേൾക്കും, കുറച്ച് കേൾക്കുന്നു. അവള് പാടിയപ്പോഴും ഇച്ചിരി കേട്ടുള്ളൂ. ഇതാണ് അതിന്റെ വ്യത്യാസം. മൈക്ക് പ്ലേസ്മെന്റ് ആസ് എ സിംഗർ ഇസ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. അത് തന്നെ ഒരു ആക്ട് ആണ്. പറഞ്ഞു ഞാൻ മടുത്തു. അതെ, സീസൺ തുടങ്ങിയ സമയം തൊട്ട് പാറു എത്ര പിള്ളേരോട് പറയുന്നുണ്ട് മൈക്ക് എടുത്ത് പിടിക്കുന്നു. അവൾ അറിയില്ല. ഓക്കെ, അത്രേ ഉള്ളൂ മോളെ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ഓക്കെ, ഇനി മാർക്സ് ചോദിക്കാം. ഷാനിക്ക പാടിയതൊന്നും കേൾക്കാൻ പറ്റാഞ്ഞത് കൊണ്ട് 8.3. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. മക്കളെ എന്തോ 8.5 മാർക്ക്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. സോ ടോട്ടൽ 16.8. പോരാ, നമുക്ക് അടുത്തവണ ശരിയാക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.